അല്ല, അതെ അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ സൈഡിൽ നിന്ന്. ബോഡി ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു 1 or 2 hours കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടു. എൻ്റെ മോളെ 7ാം തീയതിക്ക് മിസ്സിങ് ആയതാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ബോഡി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത്, എങ്ങനെ അത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ പോലീസിൻ്റെ കടമയാണ്. ഇപ്പോൾ അവർ നോക്കി കണ്ടുപിടിക്കട്ടെ. പിന്നെ അതുമാതിരി തന്നെ ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ വരുന്നതിന് മുറക്കി എന്നാലാണ് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ബോഡി താഴെ നിന്ന് കിട്ടി. എങ്ങനെ ബോഡി താഴെ വന്നു എന്നുള്ളത് അത് ഫർദർ അന്വേഷണം ആവശ്യമാണ്. അവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമുക്കിങ്ങനെ ഒരു അപകടം പറ്റിയ സമയത്ത് ഇതുമാതിരി പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എല്ലായിടത്തും കേരള ഗവൺമെൻറ് പിന്നെ കർണാടക ഗവൺമെൻറ് തലത്തിലും എല്ലായിടത്തും നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണ സപ്പോർട്ടുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാവരുടെ അടുത്തും നമ്മളൊരു നന്ദി പറയുകയാണ്. തുടർന്നുള്ള അന്വേഷണത്തിലും എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അന്വേഷണങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് ഉചിതമായി ആക്കി തന്നതെന്ന എല്ലാ മീഡിയക്കാർക്കും നിങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഇതിൻ്റെ ബാക്കിയുള്ള അന്വേഷണത്തിലും കൂടെ സഹകരണം വേണമെന്ന് പ്രാഥമികമായിട്ട് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ബോഡി കാണാനില്ല, മിസ്സിങ് ആയിരുന്നു. ബോഡി ഇന്നിപ്പോൾ താഴെ കിട്ടിയിട്ടുണ്ട്. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയറായി കിട്ടും. അല്ല, അതെ അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ സൈഡിൽ നിന്ന്. ബോഡി ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു 1 or 2 hours കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടു. ആശങ്ക നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അത് പോലീസ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവർ തെളിയിച്ചു തരും. എങ്ങനെ വന്നു എന്നുള്ളത് തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് അന്വേഷണത്തിൽ നിലവിൽ തൃപ്തി തന്നെയാണ്. നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് കിട്ടാൻ ഡിലേ ആയി. അതിപ്പോൾ പക്ഷേ ഒരുവിധം എല്ലാം ഫോഴ്സുകളും എല്ലാം ഒന്നിച്ച് ഏകോപിപ്പിച്ച്, കാരണം ആദ്യം നമുക്ക് സീരിയസിന് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തിനെക്കാട്ടും 2ാമത്തെ ദിവസം കൂടുതൽ ഫോഴ്സ് ഇട്ടു. 3rd ഡേ അതിലും കൂടുതൽ ഫോഴ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അന്വേഷണത്തിൽ സംതൃപ്തിയുണ്ട്. ഓക്കെയാണ്. അങ്ങനെ നമുക്ക് ഇല്ലാതില്ല. അപ്പോൾ അതന്നെ പറഞ്ഞാൽ അതിപ്പോൾ അടുത്ത അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താ ഇപ്പം എന്തായാലും നമുക്ക് ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അതെങ്കിലും ഉണ്ട്. ഇനി ബാക്കി അന്വേഷണത്തിൻ്റെ മുറപോലെ നമുക്ക് കാണാം.